ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് വൈകിട്ടോടെ പരസ്യ പ്രചാരണം അവസാനിക്കും. വൈകിട്ടാണ് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്, അടിയൊഴുക്കുകളുടെ ദിവസമാണ്. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് മുന്നണികൾ, സ്ഥാനാർത്ഥികൾ. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കാസർഗോട്ടെ ഒടുവിലത്തെ ഒരു പ്രചാരണത്തിന്റെ ചിത്രം? വേണു, കാസർഗോഡ് ഇന്നിപ്പോൾ കൊട്ടിക്കലാശം UDF-ന്റെയും നേരത്തോടുകൂടി കാസർഗോഡ് നഗരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. LDF-ന്റെ കൊട്ടിക്കലാശം കല്യാശ്ശേരി ടൗണിലേക്ക്, അതായത് രാവിലെ ഹൊസങ്കടിയിൽ നിന്ന് LDF അവരുടെ റോഡ് ഷോ ആരംഭിച്ചു. വൈകുന്നേരം കല്യാശ്ശേരിയിലായിരിക്കും ഈ കൊട്ടിക്കലാശം ഉണ്ടാവുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണമാണ് മൂന്ന് മുന്നണികളും ജില്ലയിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ്. അവസാനഘട്ടം, അതായത് ഈ വോട്ടെടുപ്പ് ദിവസത്തേക്കുള്ള പോസ്റ്ററുകളും മറ്റൊക്കെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലേക്ക് പ്രവർത്തകരൊക്കെ തന്നെ കടന്നു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. ഇത്തവണയും വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. UDF-ന്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷകളൊക്കെ തന്നെ ചോദിക്കാം. എത്രത്തോളം MP എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇത്തവണ? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? എനിക്ക് 100% ആത്മവിശ്വാസമാണ് ഇത്തവണ UDF ഈ മണ്ഡലം നിലനിർത്തും. കാരണം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഈ മണ്ഡലം പിടിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നിറസാന്നിധ്യമായി കാസർഗോഡ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്ന ഒരു MP-യാണ് ഞാൻ. പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ പോവും, അതുപോലെ തന്നെ പാർലമെൻ്ററി കമ്മിറ്റികൾ നടക്കുമ്പോൾ അവിടെ പോവും, തിരിച്ചിവിടെയാണ് വരുന്നത്. പിന്നെ പാർലമെൻറ്റിനകത്ത് ഞാൻ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ, അവർ കാണുന്നില്ലേ? എൻഡോസൾഫാന് വേണ്ടിയുള്ള വാദം, അതുപോലെ തന്നെ എയിംസിന് വേണ്ടിയുള്ള വാദം, പിന്നെ ഉപ്പളയിലൊരു പാസ്പോർട്ട് സേവാ കേന്ദ്രം, കഴിഞ്ഞ തവണ വിദ്യാലയം, അതുപോലെ തന്നെ അംഗനവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ, ഇവർക്കൊക്കെ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ വേറെ ആരും വേണ്ടിയിട്ടില്ല, ഞാനല്ലാതെ. ഈ കഴിഞ്ഞ തവണ പെരിയ കേസ് UDF-ന് ഗുണം ചെയ്തു. ഇത്തവണ റിയാസ് മൗലവി കൊലപാതക കേസുണ്ട്. തീർച്ചയായിട്ടും റിയാസ് മൗലവി കൊലക്കേസിന്റെ വിധിയും CBIക്ക് വിട്ടുകൊണ്ടുള്ള ശരത്ലാൽ കൃപേഷിന്റെ വിധിയും ഏതാണ്ട് സമാനമാണ്. എന്താണ് അത് പറഞ്ഞേ? ശരത്ലാൽ കൃപേഷിന്റെ കേസിൽ സിംഗിൾ കോടതി കേസ് CBIക്ക് വിട്ടുകൊണ്ട് നടത്തിയ വിധി ഇതാണ്. പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്ക് പോയാൽ പ്രതികൾ രക്ഷപ്പെടും. കുറ്റപത്രം ക്യാൻസൽ ചെയ്യുന്നു, കേസ് CBIക്ക് വിടുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയിൽ ഒരു വെർഡിക്റ്റ് ഉണ്ട്, ഒരു വിധി. ഒരു കേസ് നടന്നാൽ അതിൻ്റെ മോട്ടീവാണ് അന്വേഷിക്കേണ്ടത്. മോട്ടീവ് അന്വേഷിച്ചിട്ടാണ് FIR തയ്യാറാക്കേണ്ടത്. ആ മോട്ടീവാണ് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ DNA പരിശോധന നടത്തിയില്ല, രക്തക്കറവുണ്ട്, മൊബൈൽ ഫോൺ പരിശോധിച്ചില്ല. അപ്പം ശാസ്ത്രീയമായ തെളിവെടുക്കാൻ റിയാസ് മൗലവി കേസിൽ കേരള പോലീസ് പരാജയപ്പെട്ടു. അത് കോടതിയാണ് പറഞ്ഞത്, ഞങ്ങളാരുമല്ല പറയുന്നത്. അന്വേഷണം ദയനീയ പരാജയം. വേണു, അതുതന്നെയാണ് ഈ റിയാസ് മൗലവി കൊലപാതക കേസിലെ വിധി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുമെന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. ഒപ്പം LDF-നാകട്ടെ 12 തവണ, അതായത് കാസർഗോഡ് മണ്ഡലം രൂപീകരിച്ചത് മുതൽ 12 തവണ LDF ഈ മണ്ഡലത്തിൽ അധികാരം പിടിച്ചിട്ടുണ്ട്. 4 തവണയാണ് UDF അധികാരത്തിൽ വന്നത്. ആ ഒരു ആത്മവിശ്വാസമാണ് LDF ക്യാമ്പിൽ പ്രതിഫലിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. NDAയുടെ വോട്ട് ഇത്തവണ ഇരു മുന്നണികൾക്കും നിർണായകമാവും. വേണു, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.